പല കേസുകളിലും അതിജീവിതമാർക്ക് നീതി കിട്ടാതെ പോയ സന്ദർഭങ്ങൾ, നേരത്തെ ഉദ്ധരിച്ച സൂര്യനെല്ലിയിലെ കേസടക്കം, വിതുരയിലെ കേസടക്കം, ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ എന്നൊരു കേസടക്കം പ്രേക്ഷകർ ഓർമ്മയുണ്ട്. ഇവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടവർ സ്വയം പീഡിപ്പിക്കപ്പെട്ടു എന്ന മട്ടിലാണ് വിധിന്യായങ്ങൾ വരുന്നത്. ആ വിധിന്യായത്തിനുള്ളിൽ നിസ്സംഗരായിരിക്കാൻ നമുക്ക് സൗകര്യമില്ല. ഈ ഇരയ്ക്ക് കിട്ടാത്ത ഒരാനുകൂല്യവും പ്രതിസ്ഥാനത്ത് നിന്ന് അക്യൂസ്ഡായ ഒരാൾക്കും കൊടുക്കാൻ സൗകര്യവുമില്ല എന്നുള്ളതാണ്. കാരണം ഇന്നാട്ടിൽ നീതിയും നിയമവും ഒക്കെ ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ, അതിജീവിതമാരുടെ മാനവും ആത്മാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു മുകളിൽ മാത്രമേ ഉള്ളൂ ഏതു താരരാജാവിൻ്റെയും പ്രതിച്ഛായ. നിങ്ങൾ ഏതു താരരാജാവും പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി എത്ര കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിച്ചാലും അതിനെ പൊളിക്കാൻ ശേഷിയുള്ള ഒരു പൊതുവികാരവും ജന മനസാക്ഷിയും ഈ നാട്ടിൽ ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഐക്യദാർഢ്യ സദസ്സുകളുണ്ടാവും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കോടതി തെറ്റ് ചെയ്താലും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇരയുടെ സ്വകാര്യതയെ മാനിക്കാതെ ആ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തൊരു സംവിധാനത്തിൻ്റെ മുന്നിൽ പ്രതിസ്ഥാനത്ത് നിന്നയാളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറയാൻ ഒളുപ്പുമില്ലേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ.